സിനിമയിൽ ഐരൂർ സദാശിവന്റെ ഭാവി അത്ര ശോഭനമായിരുന്നില്ല. ദേവരാജൻ മാസ്റ്ററെ പോലെ ഒരു മഹാപ്രതിഭ സിനിമയിലേക്ക് കണ്ടെടുത്ത ഈ ഗായകനെ മറ്റ് സംഗീത സംവിധായകർ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. തന്റെ ശബ്ദത്തിന് സിനിമയിൽ ആവശ്യക്കാർ കുറവാണെന്ന് കണ്ടതോടെ ഈ പാട്ടുകാരന്റെ ശ്രദ്ധ നാടകങ്ങളിലേക്ക് തിരിഞ്ഞു. അതിനപ്പുറം സദാശിവനിലെ പാട്ടുകാരനും സംഗീത സംവിധായകനും തിളങ്ങാൻ വേദികൾ മറ്റു പലതുമുണ്ടായിരുന്നു. കുറേ പടങ്ങളിൽ ഞാൻ പാടി, യേശുദാസിനോടൊപ്പം, മാധുരിയോടൊപ്പം, അങ്ങനെ എല്ലാറീശ്വരി, ഇങ്ങനെ പല ഗായകരുമൊത്ത് സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഗാനമേളയ്ക്ക് വരും, ഗാനമേള നടത്തും, വീണ്ടും മദ്രാസിൽ പോകും. അങ്ങനെ 5 വർഷത്തോളം ഞാൻ മദ്രാസിലുണ്ടായിരുന്നു. ഈ 5 വർഷം പിന്നെ ഒരുപാട് പടങ്ങളിൽ പാടാനുള്ള അവസരങ്ങൾ അന്ന് കിട്ടിയില്ല. പിന്നെ 5 വർഷത്തോളം അവിടെ താമസിച്ചു. അവിടെ നിന്ന് പിന്നെ തിരിച്ച് പോരേണ്ടതായ ഒരു സന്ദർഭം ഉണ്ടായി. സിനിമയിലൊന്നും പാടിക്കത്തില്ല എന്നുള്ള ഒരു രീതി അവിടെ ഉന്നതന്മാരായ ചില ആൾക്കാരിൽ നിന്നൊക്കെ ഉണ്ടായി. ഞാൻ നാട്ടിൽ വന്നു. വീണ്ടും നാടകലോകത്തും പിന്നെ അതുപോലെ തന്നെ ഈ കാസറ്റ്, CD, ഗാനമേള ഇതൊക്കെ ആയിട്ട് തന്നെ പാട്ട് തന്നെയാണ് ഇന്നും. അതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതുകൊണ്ട് പാട്ട് വിട്ടിട്ടില്ല. പാട്ട് അവിടെയും പാട്ട് തന്നെയാണ്, ഇവിടെയും പാട്ട് തന്നെയാണ്. വ്യത്യാസം പിന്നെ മറ്റേ കുറച്ച് വൈഡായിട്ട് കുറേ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേയേറെ ഈ CD ഒക്കെ ഇറങ്ങി ഇങ്ങനെ പബ്ലിസിറ്റി ഉണ്ടാകും. സംഗീതത്തിന് അങ്ങനെ വേർതിരിവൊന്നുമില്ല. നാടകത്തിലെ സംഗീതമെന്നോ CD സംഗീതമെന്നോ സിനിമാ സംഗീതമെന്നോ ഒന്നും വേർതിരിവൊന്നുമില്ല. സംഗീതമെന്നും സംഗീതമാണ്. അത് ശുദ്ധമായിട്ട് തന്നെ ഇരിക്കും. അത് കൈകാര്യം ചെയ്യുന്നവരുടെ കഴിവനുസരിച്ചും അവരുടെ കയ്യിലെ ആ ഇതും അനുസരിച്ച്, ആ പഠിപ്പും അനുസരിച്ച് അതവർ ശരിയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. അതിനെപ്പോഴായാലും അവസരം കിട്ടുകയും ചെയ്യും. ശ്രീവത്സം മാറിൽ ചാർത്തിയ ശീതാംശുകലേ ശ്രീകലേ. സിനിമയിൽ ഭാഗ്യാന്വേഷിയായി കയറി ചെന്നതായിരുന്നില്ല ഐരൂർ സദാശിവൻ. ക്ഷണിക്കപ്പെട്ട് കയറി ചെന്നതാണ്. സിനിമാക്കാരന്റെ ഗ്ലാമർ ആഗ്രഹിച്ചായിരുന്നില്ല. പാട്ടുകാരനായി ഒത്തിരി ആളുകളുടെ ഹൃദയങ്ങളിൽ ഇടം നേടണമെന്നേ ഇദ്ദേഹം അപ്പോഴും ആഗ്രഹിച്ചിരുന്നുള്ളൂ. പാടി തെളിയിച്ചിട്ടും ചലച്ചിത്ര ലോകം വേണ്ടത്ര പരിഗണന നൽകാതെ ഈ കലാകാരനെ പടിയിറക്കി വിടുകയായിരുന്നു. ഭൂമിക്കു പുഷ്പാഭരണങ്ങൾ നൽകിയ പ്രേമദേവതേ, ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി. സിനിമയിൽ പാടിയെങ്കിലേ പാട്ടാകുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കാത്തവനാണ്. സിനിമയിൽ പാടിയതുകൊണ്ട് കുറേ പേര് വെളിയിൽ വരും, അല്ലെങ്കിൽ കുറേ കൂടെ ഇതായിട്ട് നമ്മളെ അറിയപ്പെടും. പക്ഷേ അതുകൊണ്ട് സംഗീതത്തിന് മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. സിനിമയിൽ പാടിയതുകൊണ്ടും മറ്റ് ഇതിൽ പാടിയതുകൊണ്ടും സംഗീതത്തിന് ഒരു മെച്ചവും ഉണ്ടാകത്തില്ല, കുറവും ഉണ്ടാകത്തില്ല. പിന്നെ അതിനകത്ത് നമ്മൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ വിഷമേ ഉണ്ടായില്ല. ഞാൻ 20 സിനിമകളോളം പാടി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വേദികളിൽ ഗാനമേളകളിലെ ഏറ്റവും പേരെടുത്ത പാട്ടുകാരനായിരുന്നു ഐരൂർ സദാശിവൻ. സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളിൽ ഈ ഗായകന് വലിയ സ്ഥാനമുണ്ടായതും ഗാനമേളകളിലൂടെയായിരുന്നു. പ്രൊഫഷണൽ നാടകവേദി കണ്ട മികച്ച സംഗീത സംവിധായകനുമായിരുന്നു ഇദ്ദേഹം. ഒരരങ്ങിലല്ലെങ്കിൽ മറ്റൊരരങ്ങിലായി ഇദ്ദേഹത്തിന്റെ സംഗീതയാത്ര ഇപ്പോഴും തുടരുക തന്നെയാണ്. സിനിമാ പേരുകൊണ്ട് പിന്നെ വളരെയധികം പ്രയോജനമുണ്ടായി. ധാരാളം ഗാനമേളകളുണ്ടായിരുന്നു. ധാരാളം ഈ സംഗീതം ചെയ്യാനും ഒരു സിനിമയ്ക്ക് അതിനുശേഷം ഞാനൊരു സിനിമയ്ക്ക് സംഗീതം ചെയ്തു, വിഭജിക എന്ന പടത്തിന്. അതിന് ആ പടം പുറത്ത് വന്നില്ല, പക്ഷേ അത് യേശുദാസ് പാടി, ചിത്ര, പിന്നെ ഞാൻ. പിന്നീട് സംഗീത സംവിധാനം വളരെയധികം പ്രൊഫഷണൽ നാടകങ്ങൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. ഒരുപാട് CD വർക്ക് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ 2 വർഷത്തിന് മുമ്പ് 2 വർഷമായി തരംഗിണിയുടെ നീലാംബരി എന്ന് പറയുന്ന ഒരു CD ഞാനായിരുന്നു സംഗീതം ചെയ്തത്. യേശുദാസ്, ശ്വേത, വിജയ് യേശുദാസ്, സുജാത ഇവരെല്ലാം പാടിയതാണ് ആ CD. വർഷങ്ങളായിട്ട് തരംഗിണി CD ഒന്നും ഇറക്കാതിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് പിന്നെ ഇറക്കിയപ്പോൾ ഞാനാണ് അതിന് സംഗീതം ചെയ്തത്.